എൻ്റെ പൊന്നു ബോബ, ഇവിടെ നല്ല ജോലിയുള്ളവർക്ക് ഒരു പെണ്ണ് കിട്ടാനില്ല. അപ്പോഴാണ് ഗുണ്ടാപ്പാനുള്ളവർക്ക് പെണ്ണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാനെന്തിനാ വന്നേ? ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞതല്ലേ. മാഡം, ഗുണ്ടാപ്പണി ഞങ്ങളൊരു ജോലിയായിട്ട് എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ പപ്പയെ സഹായിക്കുന്നതാണ്. അതെൻ്റെ ഒരു പാഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഫാമിലി ഫുള്ള് ഗുണ്ടകളാണ്. കളിയാക്കരുത് മാഡം. ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ ഒരു പാഷൻ മാത്രമാണ്. പപ്പയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ വയ്യ. ഇപ്പോൾ ഒരു വൈദ്യശാല നോക്കി നടത്തുക. ഈ വൈദ്യശാല നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണോ? അതെ അതെ. ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ. ഇതൊക്കെ നമുക്ക് പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താലല്ലേ 1-2 പ്രൊഫൈലെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. ഇപ്പോഴാണൊന്ന് പച്ച പിടിച്ച് വന്നത്. നമുക്കെന്തായാലും പ്രൊഫൈൽ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. ബോബൻ അല്ലേ? ബോബൻ ഡി ദാമോദർ. ഡി ദാമോദർ. പപ്പയ. ജോലി? പപ്പയെ സഹായിക്കുന്നു. വൈദ്യശാല. അന്ന് എന്തൊക്കെയോ ഡിമാൻഡ് ഇല്ലായിരുന്നോ? വക്കീലെന്നോ വനിതാ പോലീസെന്നോ? ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? നമുക്കൊരു ആയുർവേദ ഡോക്ടറെ പിടിച്ചാലോ? അതാകുമ്പോൾ നമ്മുടെ വൈദ്യശാലയിലൊരു ഡോക്ടറാവും, പപ്പയ്ക്കൊരു സഹായവും, പിന്നെ എനിക്കൊരു വരുമാനവും. ഏത്? അത്രയല്ലേ ഉള്ളൂ. എന്തുകൊണ്ടും അതാ നല്ലത്. ഇപ്പോൾ ബോബൻ്റെ പ്രൊഫൈല് വലിയ കുഴപ്പമില്ല. അപ്പം എന്തായാലും 1-2 മാച്ചസൊക്കെ വരും. പക്ഷേ പ്രശ്നം അതല്ല. കഷ്ടകാലത്തിന് ഭാഗ്യവശാൽ ഏതെങ്കിലും ഒന്ന് മാച്ചായി വന്ന് നാട്ടിലൊരു അന്വേഷണം വന്നാൽ പ്രശ്നമാവുമോ? ഈ പഴയ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതൊക്കെ എൻ്റെ പപ്പ നോക്കിക്കോളും. അപ്പം നേരത്തെ അല്ലേ പറഞ്ഞ പപ്പക്ക് വയ്യാന്ന്. പപ്പയ്ക്ക് വയ്യെന്നുള്ള സത്യമാണ്. പക്ഷെ പപ്പ പഴയ പാഷൻ തര വിട്ടിട്ടില്ല. ബോബൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ഒരുപാട് കല്യാണം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. ബോബൻ എന്താ ഇവിടെ തന്നെ വരാൻ കാരണം? ഈ സ്ഥാപനം എൻ്റെ അങ്കിളിൻ്റെ ആണ്. ആര്? വാസുദേവൻ സാറോ? നിങ്ങൾക്കൊക്കെ വാസുദേവൻ സാറ്, ഞങ്ങൾക്കത് ഞങ്ങളുടെ വാസുണ്ണനാ. വാസുണ്ണൻ്റെ പണ്ടേ പാഷനായിരുന്നു. കുറച്ച് കൂടുതലാ എന്നെക്കാളും എൻ്റെ പപ്പയെക്കാളും. നീ കൊള്ളാമല്ലോടി പെണ്ണേ. ബോബ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാനെന്തിനാ വന്ന്? അന്ന് വന്നപ്പോഴും തന്നെ പറഞ്ഞു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇപ്പം പെണ്ണുമില്ല, പെടക്കോഴിയില്ല, പോലീസുമില്ല, വക്കീലുമില്ല. ഇത്തവണ എനിക്കൊരു ആയുർവേദ ഡോക്ടറെ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്കെൻ്റെ പപ്പയെ വിളിക്കേണ്ടി വരും. പപ്പ, സെയിൽ എങ്ങനെയുണ്ട്? പപ്പ അരിഷ്ടം കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചില്ല. ചിലപ്പോൾ ഒരു 2 ഔൺസ് കഴിക്കേണ്ടി വരും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ആ പേരൊന്ന് തിരുത്തി എഴുതിക്കോ. ബോബൻ ദശമൂലം ദാമോദർ.